ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഓഗസ്റ്റ് 22, 2025 പുറത്തിറങ്ങിയ മലയാള സിനിമകളെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലേ? പുതിയ സിനിമകൾ തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലും എത്താൻ വേണ്ടിയാണിത്. ഈ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 22, 2025 മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു ദിവസമായിരുന്നു. തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായിട്ട് ചില മികച്ച സിനിമകളാണ് റിലീസ് ചെയ്തത്. ഈ സിനിമകളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അത് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ റിവ്യൂവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത്തവണ തിയേറ്ററുകളിൽ എത്തിയ പ്രധാന മലയാള സിനിമകളിൽ രണ്ട് വ്യത്യസ്ത ജോണറുകളിൽ നിന്നുള്ളവയാണ്. ഒന്ന്, അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തിയ തലവരയാണ്. രണ്ടാമത്തേത് അനുപമ പരമേശ്വരനും ദർശന രാജേന്ദ്രനും ഒന്നിച്ച പർദയാണ്. ആദ്യം തലവര എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു സോഷ്യൽ ഡ്രാമയാണ്. ശരീരത്തിൽ വെള്ളപ്പാണ്ടുകളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ്റെ ജീവിതമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സമൂഹത്തിൽ അയാൾ നേരിടുന്ന വിവേചനം, വെല്ലുവിളികൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ഈ സിനിമ ഹൃദയസ്പർശിയായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അർജുൻ അശോകൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഈ സിനിമയിലെ കഥാപാത്രം മാറാനായിട്ട് സാധ്യതയുണ്ട്. കഥാപാത്രത്തിൻ്റെ നിസ്സഹായതയും ആത്മവിശ്വാസമില്ലായ്മയും പിന്നീട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരുന്നതും അർജുൻ വളരെ സ്വാഭാവികമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ സിനിമയുടെ തിരക്കഥ അല്പം ദുർബലമാണെന്ന് തോന്നിയേക്കാം, പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ. എന്നാൽ രണ്ടാം പകുതിയിൽ കഥ കൂടുതൽ ഫോക്കസ് ആകുകയും കഥാപാത്രങ്ങളുടെ വികാരങ്ങളുമായി പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നായികയായി എത്തിയ രേവതി ശർമ്മയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. സിനിമയിലെ പശ്ചാത്തല സംഗീതം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗാനം കഥയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തലവര ഒരു വലിയ സന്ദേശം നൽകുന്നില്ലെങ്കിലും ഒരു ചെറിയ ജീവിതകഥയുടെ ആത്മാർത്ഥമായ ആവിഷ്കാരം എന്ന നിലയിൽ ഈ സിനിമ ഒരു നല്ല അനുഭവമാണ്. ഇനി നമുക്ക് പർദ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇത് മലയാളത്തിലും തെലുങ്കിലുമായി ഒരേ സമയം റിലീസ് ചെയ്ത ഒരു സോഷ്യൽ ഡ്രാമയാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ സ്ത്രീകൾ പർദ ധരിക്കണമെന്ന അന്ധവിശ്വാസത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ നീങ്ങുന്നത്. അനുപമ പരമേശ്വരൻ്റെ കരിയറിലെ ഒരു സുപ്രധാന കഥാപാത്രമാണ് ഈ സിനിമയിലേത്. ദർശന രാജേന്ദ്രൻ, സംഗീത ക്രിഷ് എന്നിവരും ശ്രദ്ധേയമായ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് യാഥാസ്ഥിതികമായ ആശയങ്ങളുടെ ചോദ്യം ചെയ്യുന്ന രീതിയാണ്. വലിയ പ്രഭാഷണങ്ങളോ നാടകീയ രംഗങ്ങളോ ഇല്ലാതെ തന്നെ സിനിമയുടെ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും അവരുടെ സൗഹൃദവും വളരെ സ്വാഭാവികമായി തോന്നിയിട്ടുണ്ട്. ഗോപി സുന്ദറിൻ്റെ സംഗീതവും മൃദുൽ സ്വർണ സെന്നിൻ്റെ ഛായാഗ്രഹണവും സിനിമയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. എന്നിരുന്നാലും സിനിമയുടെ ദൈർഘ്യം ചിലയിടങ്ങളിൽ കൂടുതലാണെന്ന് തോന്നി. ഒരു ലാഗിങ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ചില രംഗങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് തോന്നിയത്. എങ്കിലും ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമ എന്ന നിലയിൽ പർദ ഒരു നല്ല ശ്രമമാണ്. നമ്മൾ പറഞ്ഞത് ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായ ചിത്രങ്ങളെക്കുറിച്ചാണ്. എന്നാൽ OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഒരു പടങ്ങളൊക്കെ ശ്രദ്ധേയമായ റിലീസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത കോലാഹലം എന്ന കോമഡി ഡ്രാമയാണ് അതിലൊന്ന്. ഒരു മൃതദേഹം വീട്ടിലിരിക്കുമ്പോൾ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി പറ്റുകയും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്ന കഥയാണിത്. തിരക്കഥയിലെ ചില സംഭാഷണങ്ങൾ ചിരി ഉണർത്തുന്നുണ്ടെങ്കിലും കഥയിൽ പുതുമയില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് എന്ന് തോന്നി. എങ്കിലും ഒരു ചെറിയ സിനിമ എന്ന നിലയിൽ, പ്രത്യേകിച്ച് 90 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതിനാൽ ഇതൊരു ബുദ്ധിമുട്ടില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഫഹദ് ഫാസിലും വടിവേലുവും ഒന്നിച്ച തമിഴ് ചിത്രം മാരീസൺ മലയാളത്തിലും OTTയിൽ എത്തിയിട്ടുണ്ട്. ഈ സിനിമ മലയാളികൾക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. ആദ്യ പകുതിയിലെ റോഡ് ട്രിപ്പ് കഥയും
കഥാപാത്രങ്ങളുടെ ബന്ധങ്ങളും നന്നായി ഒരുക്കിയിട്ടുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ സിനിമ ഒരു ത്രില്ലർ ജോണറിലേക്ക് മാറുമ്പോൾ പ്രതീക്ഷിച്ച നിലവാരം പുലർത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഫഹദിൻ്റെയും വടിവേലുവിൻ്റെയും പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു നല്ല ആശയം വഴിതെറ്റിപ്പോയ ഒരു സിനിമയായി ഇതിനെ വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് വിജയ് സേതുപതിയും നിത്യ മേനോനും ഒന്നിച്ച തലൈവൻ തലൈവി എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ റൊമാൻറ്റിക് കോമഡി സിനിമയും മലയാളത്തിൽ OTTയിൽ ഇപ്പോൾ ലഭ്യമാണ്. ഒരു തമാശ രൂപത്തിൽ തുടങ്ങിയിട്ട് പിന്നീട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു വലിയ സിനിമയായിട്ട് ഇത് മാറുകയാണ്. പലപ്പോഴും കഥാപാത്രങ്ങൾ പരസ്പരം അലറി വിളിക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു തലവേദനയായി തന്നെ തോന്നിയേക്കാം. എന്നിരുന്നാലും വിജയ് സേതുപതിയുടെയും നിത്യ മേനോൻ്റെയും സ്ക്രീൻ കെമിസ്ട്രി മാത്രമാണ് ഈ സിനിമയെ കണ്ടിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ചില തമാശകളൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും ശക്തമായ ഒരു കഥയോ തിരക്കഥയോ ഈ സിനിമയ്ക്ക് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. മൊത്തത്തിൽ ഈ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളിൽ തലവരയും പർദ്ദയും തിയേറ്ററിൽ നല്ല ഒരു കാഴ്ചാനുഭവമാണ് നൽകുന്നത്. തലവര ഒരു ചെറിയ ജീവിതകഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പർദ്ദ ഒരു വലിയ സാമൂഹിക പ്രശ്നത്തെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നു. OTTയിൽ റിലീസ് ചെയ്ത സിനിമകൾ, പ്രത്യേകിച്ച് മാരീസൺ, നല്ല സാധ്യതകളുണ്ടായിട്ടും വഴിമാറി സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ. സിനിമകൾ തിയേറ്ററിൽ കാണണോ OTTയിൽ കാണണോ എന്നത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. ചില സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു അനുഭവമുണ്ടല്ലോ. ഉദാഹരണത്തിന് പർദ്ദയിലെ ദൃശ്യങ്ങൾ വലിയ സ്ക്രീനിൽ കൂടുതൽ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയും. എന്നാൽ കോലാഹലം പോലുള്ള സിനിമകൾ OTTയിൽ സൗകര്യപൂർവ്വം ഇരുന്ന് കാണാനായിട്ടും സാധിക്കും. അത് ആസ്വദിക്കാനൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് നല്ലതെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പുതിയ സിനിമകൾ കാണുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് നൽകുന്നത്. നിങ്ങൾ കണ്ട സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് മറക്കരുത്. മലയാള സിനിമയുടെ വളർച്ചയിൽ ഓരോ പ്രേക്ഷകൻ്റെയും പിന്തുണ വളരെ വലുതാണ്. ഇപ്പോൾ ഈ ആഴ്ചത്തെ നമ്മൾ റിവ്യൂ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.